ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ദൃശ്യമാധ്യമ രംഗത്തെ അനന്ത സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്ത് കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ. SIR കരട് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട ഹിയറിംഗ് നടപടികൾ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. മതിയായ രേഖകൾ കൈവശമില്ലാത്തവർക്ക് യുദ്ധകാലാടിസ്ഥാനത്തിൽ രേഖകൾ ലഭ്യമാക്കാൻ ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകി സംസ്ഥാന സർക്കാർ. മുൻ മന്ത്രിയും മുസ്ലിം ലീഗ് നേതാവുമായ VK ഇബ്രാഹിം കുഞ്ഞ് അന്തരിച്ചു. ടിക്കറ്റ് വരുമാനത്തിൽ സർവകാല റെക്കോർഡ് സൃഷ്ടിച്ച് KSRTC. ഇന്നലെ മാത്രം ടിക്കറ്റ് വരുമാനത്തിൽ ലഭിച്ചത് 12.18 കോടി രൂപ. ദേശീയ വിരവിമുക്ത ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി വീണ ജോർജ് തിരുവനന്തപുരത്ത് നിർവഹിച്ചു. കേരള നിയമസഭാ അന്താരാഷ്ട്ര പുസ്തകോത്സവം 4ാം പതിപ്പിന് നാളെ തുടക്കം. വാർത്തകൾ വിശദമായി. ദൃശ്യമാധ്യമ രംഗത്തെ അനന്ത സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്ത് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ. IIMC കോട്ടയം ക്യാമ്പസ് സന്ദർശിച്ച് വിദ്യാർത്ഥികളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥികളുടെ അഭിരുചികൾ കേന്ദ്ര സഹമന്ത്രി ചോദിച്ചറിഞ്ഞു. ചലച്ചിത്രങ്ങളുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ രംഗത്ത് രാജ്യത്തിന് വലിയ സാധ്യതകളുണ്ടെന്നും ഹോളിവുഡ് ചിത്രങ്ങളുടെ അടക്കം പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ ഇന്ത്യയിൽ നടക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. Now our country has more potential for the post-production works. Hollywood's movies post-production work is taking place in India, particularly in Bangalore, Chennai, Hyderabad. So good opportunities there, and our Honorable Prime Minister's vision that orange economy, creator economy. So now everyone is the creator. തമിഴ്നാട്ടിലെ തിരുപ്പറകുൻട്രം ദീപത്തൂണിൽ വിളക്ക് തെളിയിക്കുന്നതുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി വിധി ഭക്തരുടെ വിജയമാണെന്നും ശ്രീ എൽ മുരുകൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സ്റ്റാലിൻ സർക്കാർ കോടതി വിധി മാനിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഹൈക്കോടതിയുടെ മധുര ബെഞ്ചാണ് ദീപത്തൂണിൽ വിളക്ക് തെളിയിക്കാൻ അനുവദിച്ചുള്ള സിംഗിൾ ബെഞ്ച് ഉത്തരവ് ശരിവച്ചത്. KPS മേനോൻ ഹാളിൽ നടന്ന കേരള കൌമുദി കോട്ടയം എഡിഷൻ രജത ജൂബിലി ആഘോഷങ്ങളിലും ശ്രീ എൽ മുരുകൻ പങ്കെടുത്തു. കേരളത്തിൽ കരട് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട പരാതികളും എതിർപ്പുകളും ഈ മാസം 22 വരെ സമർപ്പിക്കാം. കരട് വോട്ടർ പട്ടികയിലെ ഹിയറിംഗ് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ നടത്തുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ അറിയിച്ചു. സംസ്ഥാനത്ത് അർഹരായ മുഴുവൻ ആളുകളെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. മതിയായ രേഖകൾ കൈവശമില്ലാത്തവർക്ക് യുദ്ധകാലാടിസ്ഥാനത്തിൽ രേഖകൾ ലഭ്യമാക്കാൻ ജില്ലാ കളക്ടർമാർക്ക് സംസ്ഥാന സർക്കാർ നിർദ്ദേശം നൽകി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് മലപ്പുറം കളക്ടറേറ്റിൽ ഇന്ന് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം ചേർന്നു. സംസ്ഥാനത്തെ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസ സാമ്പത്തിക പിന്നാക്കാവസ്ഥ, ക്ഷേമം എന്നിവ സംബന്ധിച്ച പ്രശ്നങ്ങൾ പഠിക്കാനായി നിയോഗിച്ച JB കോശി കമ്മീഷൻ റിപ്പോർട്ടിന്മേലുള്ള നടപടികൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവലോകനം ചെയ്തു. 17 വകുപ്പുകളാണ് ശുപാർശ പൂർണ്ണമായി നടപ്പിലാക്കിയത്. നിലവിലെ നിയമങ്ങൾക്ക് വിധേയമായി പരിഗണിക്കാൻ കഴിയുന്ന വിഷയങ്ങളിൽ വേഗത്തിൽ നടപടി പൂർത്തീകരിച്ചതായി യോഗം വിലയിരുത്തി. ചീഫ് സെക്രട്ടറി, വകുപ്പ് സെക്രട്ടറിമാർ, മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. മുൻ മന്ത്രിയും മുസ്ലിം ലീഗ് നേതാവുമായ VK ഇബ്രാഹിം കുഞ്ഞ് അന്തരിച്ചു. 73 വയസ്സായിരുന്നു. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്ന് വൈകുന്നേരത്തോടെയാണ് അന്ത്യം. അർബുദബാധയെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിലായിരുന്നു. ആലുവ സ്വദേശിയായ അദ്ദേഹം മട്ടഞ്ചേരി, കളമശ്ശേരി മണ്ഡലങ്ങളിൽ നിന്നും 4 തവണ MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. 2005ലും 2011-16 കാലയളവിലും UDF സർക്കാരിൽ മന്ത്രിയായി പ്രവർത്തിച്ചിരുന്നു. കളമശ്ശേരി നജാത്ത് പബ്ലിക് സ്കൂളിലാണ് പൊതുദർശനം. ഖബറടക്കം ആലങ്ങാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നാളെ രാവിലെ 10 നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ VK ഇബ്രാഹിം കുഞ്ഞിന്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. മധ്യകേരളത്തിലെ മുസ്ലിം ലീഗിന്റെ ശബ്ദമായിരുന്നു അദ്ദേഹമെന്ന് മുഖ്യമന്ത്രി അനുസ്മരിച്ചു. മനുഷ്യസ്നേഹിയായ പൊതുപ്രവർത്തകനായിരുന്നു അദ്ദേഹമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. ടിക്കറ്റ് വരുമാനത്തിൽ സർവകാല റെക്കോർഡ് സൃഷ്ടിച്ച് KSRTC. ഇന്നലെ മാത്രം ടിക്കറ്റ് വരുമാനത്തിൽ 12.18 കോടിയാണ് KSRTCക്ക് ലഭിച്ചത്. എല്ലാവരുടെയും കൂട്ടായ ശ്രമത്തിന്റെ ഫലമാണ് ഈ നേട്ടമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. അടുത്ത 12 മാസത്തേക്ക് ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും മുടങ്ങില്ലെന്നും മന്ത്രി അറിയിച്ചു. KSRTCയുടെ ചരിത്ര നേട്ടം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകളിൽ ആർക്കും കൈവരിക്കാൻ കഴിയാത്ത നേട്ടമാണ്. ഈ തിങ്കളാഴ്ച KSRTCയുടെ കളക്ഷൻ ടിക്കറ്റ് വരുമാനം മാത്രം 12 കോടി 18 ലക്ഷം രൂപയിലേക്ക് വന്നു. മറ്റ് വരുമാനങ്ങൾ എല്ലാം കൂടി ചേർത്ത് കഴിഞ്ഞാൽ 13 കോടി 2 ലക്ഷം രൂപ നമുക്ക് വരുമാനം വർദ്ധിച്ചിരിക്കുകയാണ്. KSRTC ജീവനക്കാരുടെയും അതുപോലെ തന്നെ നാട്ടുകാരുടെയും മാധ്യമപ്രവർത്തകരുടെയും കൂട്ടായ ഒരു സഹകരണമാണ് ഈ വിജയത്തിന്റെ രഹസ്യം എന്ന് ഞാൻ പറയും. ശബരിമലയിൽ നിന്ന് ഈ സീസണിൽ ഏകദേശം 2.40 കോടി രൂപയുടെ അധിക വരുമാനം ലഭിച്ചു. ബഡ്ജറ്റ് ടൂറിസം, പിൽഗ്രിം ടൂറിസം പദ്ധതികളും മികച്ച നേട്ടമുണ്ടാക്കിയതായും മന്ത്രി പറഞ്ഞു.
ഓരോ കുഞ്ഞിന്റെയും ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യം ഉറപ്പാക്കുന്നതിന് ആരോഗ്യവകുപ്പും വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാം ആരംഭിക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. കുഞ്ഞുങ്ങൾക്ക് ഹെൽത്ത് കാർഡ് ക്രമീകരിച്ചുകൊണ്ടായിരിക്കും ആരോഗ്യകാര്യങ്ങൾ അവലോകനം ചെയ്യുക. ദേശീയ വിരവിമുക്ത ദിനം സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 1 മുതൽ 19 വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾക്കാണ് സ്കൂളുകൾ, അങ്കണവാടികൾ എന്നിവിടങ്ങളിലൂടെ വിരഗുളികയായ ആൽബൻഡസോൾ നൽകിയത്. ഇന്ന് ഗുളിക കഴിക്കുവാൻ സാധിക്കാതെ പോയ കുട്ടികൾക്ക് ജനുവരി 12-ന് ഗുളിക നൽകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കുന്ന പ്രത്യേക ചർച്ചകൾ തിങ്കളാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്നു. സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ജനങ്ങളിലെത്തിക്കുകയാണ് ലക്ഷ്യം. നാരിശക്തി വന്ദൻ അധിനിയം എന്ന വിഷയത്തെക്കുറിച്ച് നാളെ ഉച്ചയ്ക്ക് 1:45-ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടിയിൽ ദേശീയ വനിതാ കമ്മീഷൻ ഉപദേശക സമിതി അംഗം അഡ്വക്കേറ്റ് G. അഞ്ജനാദേവി സംസാരിക്കും. കോട്ടയം, എറണാകുളം ജില്ലകളിലേക്കും കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിലേക്കും ആകാശവാണി പാർട്ട് ടൈം കറസ്പോണ്ടന്റിനെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിക്കുന്നു. അപേക്ഷകർ ജില്ലാ ആസ്ഥാനത്ത് നിന്നും 10 കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിരതാമസക്കാരായിരിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് www.newsonair.gov.in, prasarbharati.gov.in, PB വേക്കൻസീസ് എന്നിവ സന്ദർശിക്കുക. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 31-ആണ്. കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ 4ാം പതിപ്പിന് നാളെ തുടക്കമാകും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. നിയമസഭാ സമുച്ചയത്തെ വർണ്ണശബളമാക്കുന്ന വൈദ്യുതാലങ്കാരങ്ങളും പുസ്തകോത്സവത്തോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. 180-ലേറെ പ്രസാധകർ പങ്കെടുക്കുന്ന 300-ലേറെ സ്റ്റാളുകളാകും നാളെ മുതൽ അടുത്ത ചൊവ്വാഴ്ച വരെ നടത്തുന്ന നിയമസഭാ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ ഉണ്ടാകുക. വ്യാഴാഴ്ച മുതൽ വടക്കൻ കേരളത്തിന്റെ തനത് കലാരൂപമായ തെയ്യവും പുസ്തകോത്സവ വേദിയിൽ അവതരിപ്പിക്കും. സാഹിത്യ, കലാ, സാംസ്കാരിക മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള നിയമസഭാ പുരസ്കാരം ശ്രീ NS മാധവന് നാളെ ഉദ്ഘാടന വേദിയിൽ വെച്ച് സമ്മാനിക്കും. കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള മാതൃകാ നിയമസഭയും പുസ്തകോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട്. വ്യാഴാഴ്ച സെക്രട്ടേറിയറ്റിലെ അസംബ്ലി ഹാളിലാകും മാതൃകാ നിയമസഭ ചേരുക. 29ാമത് ദേശീയ യുവോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗിൽ പങ്കെടുക്കുന്ന കേരളത്തിൽ നിന്നുള്ള സംഘത്തിന് തിരുവനന്തപുരം മേയർ VV രാജേഷിന്റെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. ഈ മാസം 9 മുതൽ 12 വരെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗിൽ വിജയികളായ 34 പേരും സംസ്ഥാന കേരളോത്സവത്തിൽ വിജയികളായ 23 പേരും ഡിസൈൻ ഭാരതിൽ വിജയികളായ 2 പേരും അടങ്ങുന്നതാണ് കേരള സംഘം. യുവജന ദിനമായ ജനുവരി 12-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുവതി യുവാക്കളെ അഭിസംബോധന ചെയ്യും. തൃശൂർ കാലടി പ്ലാന്റേഷൻ ആതിരപ്പള്ളി എസ്റ്റേറ്റ് 17ാം ബ്ലോക്കിൽ കാട്ടാന ആക്രമണം. പ്രദേശത്തെ ശിവക്ഷേത്രത്തിനും തൊട്ടടുത്ത തൊഴിലാളി ലയങ്ങൾക്കും നേരെയാണ് ആനയുടെ ആക്രമണമുണ്ടായത്. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്. സ്ഥിരമായി കാട്ടാന ഭീഷണി നേരിടുന്ന പ്രദേശമാണ് വെറ്റിലപ്പാറ ആതിരപ്പള്ളി മേഖലയിലെ TSR ക്വാർട്ടേഴ്സ്. കാലടി പ്ലാന്റേഷൻ ആതിരപ്പള്ളി എസ്റ്റേറ്റ് 17ാം ബ്ലോക്കിലെ ഓഫീസിന്റെ വാതിലും തകർത്ത് ആനകൾ സാധനങ്ങൾ പുറത്തേക്ക് വലിച്ചിട്ട നിലയിലാണ് കണ്ടെത്തിയത്. ഇന്നലെ രാത്രിയാണ് കാട്ടാനക്കൂട്ടം ഈ ഭാഗത്തേക്ക് എത്തിയത്. ക്വാർട്ടേഴ്സുകൾ പൊളിച്ച് അകത്തു കയറിയ ആനക്കൂട്ടം വീട്ടിലെ സാധനങ്ങളെല്ലാം തന്നെ നശിപ്പിച്ചു. ഇന്നലെ രാത്രി എത്തിച്ചേർന്ന ആനക്കൂട്ടം ഇന്ന് പുലർച്ചെയാണ് കാട് കയറിയത്. കാട്ടാന ഭീഷണി മൂലം 60ഓളം കുടുംബങ്ങളാണ് ഇവിടെ നിന്നും സ്ഥലം മാറിപ്പോയത്. ആനശല്യം ഇവിടെ തുടർക്കഥയാണ്. വിജയ് ഹസാരെ ട്രോഫിയിൽ തുടർച്ചയായ 3ാം വിജയവുമായി കേരളം. പോണ്ടിച്ചേരിയെ 8 വിക്കറ്റിനാണ് കേരളം തോൽപ്പിച്ചത്. വിഷ്ണു വിനോദിന്റെ തകർപ്പൻ സെഞ്ചുറിയുടെ മികവിൽ പോണ്ടിച്ചേരി ഉയർത്തിയ 248 റൺസ് വിജയലക്ഷ്യം 29 ഓവറിൽ കേരളം മറികടന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 376 പോയിന്റ് താഴ്ന്ന് 85,063-ലും നിഫ്റ്റി 72 പോയിന്റ് നഷ്ടത്തിൽ 26,179-ലും വ്യാപാരം അവസാനിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ദൃശ്യമാധ്യമ രംഗത്തെ അനന്ത സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്ത് കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ. SIR കരട് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട ഹിയറിംഗ് നടപടികൾ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. മതിയായ രേഖകൾ കൈവശമില്ലാത്തവർക്ക് യുദ്ധകാലാടിസ്ഥാനത്തിൽ രേഖകൾ ലഭ്യമാക്കാൻ ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകി സംസ്ഥാന സർക്കാർ. മുൻ മന്ത്രിയും മുസ്ലിം ലീഗ് നേതാവുമായ VK ഇബ്രാഹിം കുഞ്ഞ് അന്തരിച്ചു. ടിക്കറ്റ് വരുമാനത്തിൽ സർവകാല റെക്കോർഡ് സൃഷ്ടിച്ച് KSRTC. ഇന്നലെ മാത്രം ടിക്കറ്റ് വരുമാനത്തിൽ ലഭിച്ചത് 12.18 കോടി രൂപ. ദേശീയ വിരവിമുക്ത ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവം 4ാം പതിപ്പിന് നാളെ തുടക്കം.
പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.